കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതുപോലൊരു ചതി അവനെന്റെ മോളോട് കാണിക്കാൻ പാടില്ലായിരുന്നു. കാരണം അറിയാതെ നമുക്ക് സഞ്ജുവിനെ പഴി പറയാൻ പറ്റില്ല. ഇത്ര അപമാനം നാണക്കേടും അനുഭവിച്ചിട്ടും പ്രഭ അവനെ ന്യായീകരിക്കുകയാണോ? താൻ ഇത്ര തിടുക്കം കാണിക്കണ്ടായിരുന്നു. അവൻ വരില്ല എന്ന് താൻ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടാ അവള് സങ്കടപ്പെട്ട് പോയത്. പിന്നെ ആ കുട്ടികളിവിടെ നിൽക്കൂ. അപ്പോ അവനെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലോ? ഇത്ര നേരമായിട്ട് അവൻ വന്നോ? ഇല്ലല്ലോ. അവന് ശ്രീകുട്ടിയോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ എനിക്കിപ്പോ മനസ്സിലായി വരുന്നുണ്ട്. പ്രഭ അങ്ങോട്ടൊന്ന് മാറി നിൽക്ക്. എനിക്ക് അവനോടൊന്ന് ചോദിക്കാനുണ്ട്. താൻ വഴക്കിനൊന്നും നിൽക്കരുത്. ഇല്ല, ഒന്ന് മാറി നിൽക്ക്. ആദ്യമായിട്ടാ ഈ വീട്ടിലേക്ക് നീ വരുന്നത്. അതും ഇങ്ങനെ തന്നെയാവണം. എല്ലാവരെയും അപമാനിച്ചും വേദനിപ്പിച്ചുള്ള വരവായിപ്പോയി സഞ്ജു. വല്യപ്പച്ചി ക്ഷമിക്കണം. മനഃപൂർവ്വം ഞാൻ വൈകിയതല്ല. പാർട്ടി നേരത്തെ കഴിയുമെന്നും കരുതിയില്ല. നിനക്ക് വേണ്ടി എല്ലാവരും കാത്തിരുന്നു. നിന്നെ പോലെ സമയത്തിന് വിലയുള്ളവരാ എല്ലാവരും. കാത്തിരുന്നും അടുത്ത് അവര് പോയി. ഒരുക്കി വെച്ച ഭക്ഷണം പോലും കഴിക്കാതെ. എന്ത് തിരക്കാണെങ്കിലും അവളെ വിളിച്ചൊരു വാക്ക് സഞ്ജുവിന് പറയാമായിരുന്നു. അതെങ്ങനെ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കല്ലേ? സഞ്ജുവിന് എന്താ ഇതിനിടയിൽ സംഭവിച്ചത്? ഞാൻ പറയാങ്ങളെ. അത് നീ ഞങ്ങളോടല്ല പറയേണ്ടത്, ശ്രീകുട്ടിയോടാ. ചെല്ല്. അവളവളുടെ മുറിയിൽ കിടന്ന് കരയുന്നുണ്ട്. നീ പറയാൻ പോകുന്ന കള്ളം ഇനി അവള് വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ലേ? ചെല്ല്. സ്വാതി, അയ്യോ, എന്തിനാ സഞ്ജു ഇങ്ങോട്ട് വന്നേ? എന്തേലും എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ വേണ്ട. തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ വൈകിയതിന്റെ കാരണം കേട്ടാ സ്വാതിയുടെ ഈ ദേഷ്യമൊക്കെ മാറും. സഞ്ജു എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും എന്റെ മനസ്സിലേൽപ്പിച്ച മുറിവ് ഉണങ്ങില്ല. അവന് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുമോളെ. പ്ലീസ് ലീവ് മീ അലോൺ. അങ്കിൾ, സ്വാതിയെ മറന്ന് ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഇവിടെ എത്താൻ 10 മിനിറ്റ് മാത്രം സമയമുള്ളപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു കോൾ വന്നത്. എമർജൻസി ആയിട്ട് നടക്കേണ്ട ഒരു സർജറിക്ക് ബി നെഗറ്റീവ് ബ്ലഡ് വേണമെന്നും പറഞ്ഞു. അവർ പല സ്ഥലത്തും ട്രൈ ചെയ്തിട്ടും ആ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാതെ വന്നപ്പോഴാ അവരെന്നെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറാൻ കുറെ ശ്രമിച്ചതാ. പക്ഷേ ആക്സിഡന്റിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ ആളാണെന്ന് കേട്ടപ്പോ എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ തിരക്കിനിടയില് ഞാൻ കാറിൽ നിന്ന് ഫോൺ എടുക്കാനും മറന്നു. സഞ്ജുനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നാളൊരു പെണ്ണ് കഷ്ടത്തിലാന്ന് പറഞ്ഞ് കാലു പിടിച്ചാ സഞ്ജു അവളെ സ്വീകരിക്കോ? താലി കെട്ടാൻ പറഞ്ഞ ഇനി താലി കിട്ടോ?
ഞാൻ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നതും ഒരു സോഷ്യൽ വർക്കറെ അല്ല, ജീവിതകാലം മുഴുവൻ എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെയാ. സ്വാതിയോട് ചെയ്ത തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എനിക്കതിൽ കുറ്റബോധമൊന്നുമില്ല. ഞാൻ രക്തം കൊടുത്തത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. ഡോക്ടർ, ആ, സർജറി എങ്ങനെയുണ്ടായിരുന്നു? സർജറി സക്സസ് ആയിരുന്നു. ഇനി ടെൻഷൻ ആവാനൊന്നുമില്ല. താങ്ക് യു സർ. സുരഭിയെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. ആരും അല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കൺസിഡറേഷൻ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. എന്തായാലും ആ കുട്ടിയുടെ കൂടെ ദൈവമുണ്ട്. മോനെ മോനെ നീ ശ്രീകുട്ടിയുടെ പാർട്ടിക്ക് പോയില്ലെന്നും ഇപ്പോഴാണ് ചെന്നതെന്നും പറഞ്ഞു. അതിന്റെ ഇടയിൽ നീ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു എന്ന് പറയുന്നത് കേട്ടു. നീ എന്തൊക്കെയാ മോനെ കാണിക്കുന്നത്? നീ കാര്യം പറയും മോനെ, ഞങ്ങൾക്ക് അറിയണ്ടേ എന്താ സംഭവിച്ചതെന്ന്. അമ്മ പ്ലീസ് എന്നൊന്ന് വെറുതെ വിട്. സഞ്ജു, അമ്മേ, എനിക്ക് എന്റേതായ ആവശ്യങ്ങളുണ്ടാവും. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ പോകുന്ന വരുന്നതൊക്കെ ഏറ്റു പറയാം? എന്താ അവൻ ഇങ്ങനെ? അവന്റെ മനസ്സിന് അലട്ടുന്ന എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ശ്രീദേവിയോട് അവൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. ഏതോ നാട്ടിലെ ക്ഷേത്രത്തിൽ പോയി അവന്റെ ദോഷങ്ങൾ നീക്കാൻ അവന് വേണ്ടി കുറെ പൂജകൾ ചെയ്തതല്ലേ? അതിനുശേഷം അവനിങ്ങനെ ആയത്. മോളെ, ഇനിയും മോളത് മനസ്സിൽ വെച്ചേക്കരുത്. മോളായിട്ട് കണ്ടുപിടിച്ച പയ്യനാ സഞ്ജു. എന്നിട്ടും നീ അവനെ മനസ്സിലാക്കില്ലെന്ന് പറഞ്ഞാ കഷ്ടമാ മോളെ. സഞ്ജു എനിക്ക് പ്രോമിസ് ചെയ്തിട്ട്. നോക്ക്, സത്യം എന്താണെന്ന് അവൻ ഇവിടെ വന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മോൾ അവനോട് പറഞ്ഞ വാക്കുകൾ അച്ഛനെ പോലും വേദനിപ്പിച്ചു. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യ ജീവൻ രക്ഷിച്ചു. ലോകത്തില് എല്ലാത്തിലും വലുത് ജീവനല്ലേ മോളെ? ഫ്രണ്ട്സിന്റെ മുന്നിൽ മോള് അവനെ പരിചയപ്പെടുത്താൻ തിടുക്കം കാണിച്ചപ്പോ അവൻ ശ്രമിച്ചത് ഒരു ജീവൻ നിലനിർത്താൻ. മഹത്തരമായത് എന്താണെന്ന് മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഹലോ, ഞാൻ സുരഭിയ. സർജറി കഴിഞ്ഞോ? സർജറി സക്സസ് ആയിരുന്നു സർ. പേഷ്യന്റ് രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു സർ. സാറാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഇറ്റ്സ് ഓക്കെ സിസ്റ്റർ. ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. ഞാനിവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. മോനെ, അമ്മ വന്നത് ഇഷ്ടായില്ലെങ്കിൽ അമ്മയോട് ക്ഷമിക്കണം. അമ്മ എന്നോടാ ക്ഷമിക്കേണ്ടത്. ആ സമയത്ത് പരുഷമായിട്ടാണ് ഞാൻ അമ്മയോട് സംസാരിച്ചത്. നിന്റെ കാര്യങ്ങളോർത്ത് മനസ്സിനൊരു സമാധാനവും ഇല്ല. ശ്രീകുട്ടിയെ മോൻ സങ്കടപ്പെടുത്തി. എന്റെ മോനെ മറ്റുള്ളവർ പഴിക്കുന്നത് കേൾക്കാനുള്ള കരുത്ത് എനിക്കില്ല മോനെ. ഞാൻ തെറ്റിയതെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഏ, അത്യാസന്ന നിലയിലായിരുന്ന ഒരു കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയതാ ഞാൻ. എന്റേത് റെയർ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? 2% പേർ മാത്രമേ ആ ഗ്രൂപ്പിലുള്ളൂ. നാളെ എനിക്ക് ബ്ലഡ് വേണ്ടി വന്നാ സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേമേ? അങ്ങനെ ഒരു ആവശ്യം എന്റെ മോനും ഉണ്ടാവില്ല. എങ്കിലും മോൻ ചെയ്തത് നല്ലൊരു കാര്യ. എന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും എന്റെ അമ്മ മനസ്സിലാക്കിയാൽ മതി. മോനത് വിട്ടുകള. നല്ലൊരു കാര്യത്തിന് വേണ്ടി പോയതല്ലേ. നീ വാ, ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം. തെറ്റ് എന്റെ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായച്ചാ.
ഞാൻ തന്നെയാണോ സഞ്ജുവിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്ര പെട്ടെന്ന് നീ അവനോട് ക്ഷമിച്ചോ? ക്ഷമിക്കേണ്ടത് ഞാനല്ല, സഞ്ജുവാ. മനസ്സ് വേദനിച്ച സഞ്ജു ഇവിടുന്ന് പോയെ. ഇനി ഞാൻ എങ്ങനെയാ മുഖത്ത് നോക്കും? മോൾ അവനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, മനസ്സ് റിലാക്സ് ആവും. അവന് നിന്നോട് ദേഷ്യമൊന്നും കാണില്ല. ചെല്ലേ, എന്നിട്ട് രണ്ടുപേരും കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞ് സമാധാനമായിട്ട് ഉറങ്ങും. ചെല്ലേ. ചെല്ലേ. പ്രവേ, സഞ്ജു പറഞ്ഞതിൽ എത്ര ശതമാനം സത്യമുണ്ട്? അതിലെനിക്ക് സംശയമുണ്ട്. അനുഭവിക്കുന്ന വേദന എത്ര വലുതാണെന്ന് എനിക്കറിയാം സഞ്ജു. ഒരു ജീവൻ രക്ഷിച്ച് ഓടി വന്ന് നിന്നോട് പറയാൻ പാടില്ലാത്തൊക്കെ ഞാൻ പറഞ്ഞു. നിന്നെ മുന്നിൽ ഞാൻ കേവലം ഒരു സ്വാർത്ഥിയായിപ്പോയി. സോറി സഞ്ജു, എന്നോട് ക്ഷമിക്ക്. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. മോളെ, ആരാണെന്ന് നോക്ക്. അച്ഛാ, ശ്രീകുട്ടി വാ. മോളിങ് വാ. വാ മോളെ. മുത്തശ്ശനെല്ലാം അറിയാം. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ കുട്ടികൾ വഴക്കിടരുത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല മുത്തശ്ശ. ഇന്നലെ കാര്യം അറിഞ്ഞിട്ടും ഞാൻ സഞ്ജുവിനോട് മോശമായി പെരുമാറി. സഞ്ജുവിനെ കണ്ട് ക്ഷമ പറയാനാ ഞാൻ വന്നത്. ഹലോ, നീ എന്നോട് ക്ഷമ പറഞ്ഞ ഞാൻ ചെയ്ത തെറ്റില്ലാതാവൂ. സഞ്ജു അങ്ങനെ പറയരുത്. സഞ്ജുവിന്റെ മുന്നിൽ ഞാൻ കടുകുമണിയോളം ചെറുതാണ്. ഹേയ്, ഒരിക്കലുമില്ല. വാക്ക് പാലിക്കാൻ പറ്റാത്തത് വലിയൊരു തെറ്റല്ലേ? സഞ്ജു ചെയ്തതാണ് ശരി. ഇനി ഇതിന്റെ പേരിൽ രണ്ടുപേരും പിണങ്ങണ്ട. മതി മക്കളെ. പരസ്പരം തിരിച്ചറിയാനുള്ള മനസ്സുണ്ടല്ലോ. മുന്നോട്ടുള്ള ജീവിതത്തിനും അതാ വേണ്ടത്. സഞ്ജു എന്നോടൊന്ന് വരുമോ? എവിടെ വേണമെങ്കിലും വരാം. നിന്റെ ഫ്രണ്ട്സിനെ നമുക്ക് ഒന്നിച്ചു പോയി കാണാം. അതൊന്നും വേണ്ട.
മോൻ അവളുടെ കൂടെ ഒന്ന് ചെല്ല്. പിണക്കവും പരിഭവവും ഒക്കെ ഒന്ന് തീരട്ടെ. വാ. ആ ഒരു കാര്യം എനിക്ക് ഉറപ്പായി മോളെ, കാഞ്ചനയുടെ സ്വഭാവമല്ല മോൾക്ക്. അവള് നല്ല കുട്ടിയാച്ചാ. അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരുമോ? പേരോ വിലാസോ അറിയാത്തോണ്ട് തൽക്കാലം അമ്മു എന്ന പേരാ ഞാനിവിടെ കൊടുത്തത്. ആ അത് പൊറച്ചു. പിന്നെ ബാഗിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ പണത്തിന്റെ കണക്ക് വല്ലതും അറിയോ? 30 പവനുണ്ട്. പണത്തിന്റെ കണക്കറിയില്ല. അതിന് തിരിച്ചു കിട്ടില്ലേ സിസ്റ്റർ? കള്ളൻ അത് കൊണ്ടുപോയില്ലേ അമ്മു? പോലീസിൽ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യമെന്ന് വേണം കരുതാൻ. ഞാൻ അമ്മൂനെ ഇവിടെ കൊണ്ടുവരുമ്പോ ഇത് മാത്രമായിരുന്നു കഴുത്തിലുണ്ടായിരുന്നത്. സർജറി ടൈമിൽ അഴിച്ചു മാറ്റിയതാ. അതിന്റെ കഴുത്തിലിട്ട് തരൂ സിസ്റ്റർ. അതിനെന്താ? ഫോൺ നമ്പറോ അഡ്രസ്സോ തന്ന അമ്മുവിന്റെ ഭർത്താവിനെ വിവരം അറിയിക്കാം. ഇപ്പൊ എനിക്ക് ആരുമില്ല സിസ്റ്റർ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ അമ്മ ഇവിടുന്ന് പോണ്ടേ? എനിക്ക് പോവാൻ ഒരിടവും ഇല്ല. അത് പിന്നെ അമ്മു കിടക്കട്ടെ. മിയ വന്നേ. എന്തായാലും എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ. എനിക്കത് മതി. ഒരു ജീവൻ രക്ഷിച്ചു വന്ന സഞ്ജുവിനോട് ഞാൻ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാ. അതെനിക്ക് തിരുത്തണം. സഞ്ജു ചെയ്യുന്നത് പോലെ എനിക്കും സോഷ്യൽ സർവീസ് ചെയ്യണം. ചിരിക്കാൻ പറഞ്ഞല്ല, നോക്കിക്കോ. ഞാൻ ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം കണ്ട് സഞ്ജു എന്നെ അഭിനന്ദിക്കും. എങ്കിൽ ഞാൻ അഭിമാനിക്കും. ചാരിറ്റി ചെയ്യാനുള്ള മനസ്സ് സ്വാധിക്കുണ്ടെന്ന് അല്ലെങ്കിൽ എനിക്കറിയാം. ഒരേ മനസ്സല്ലേ നമ്മുടേത്. ലവ് യു സഞ്ജു. തലയ്ക്ക് പെരുപ്പോ മറ്റോ ഉണ്ടോ? ചെറുതായി ഉണ്ട്. സാരമില്ല, അത് മാറിക്കൊള്ളും കേട്ടോ. ബന്ധുക്കളെത്തിയോ? അവളോട് അതേപ്പറ്റി ചോദിച്ചില്ല. അതെന്താ ചോദിച്ചറിയാത്തത്? ചോദിക്കാം സർ. കുട്ടി, ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാ. സുരഭിയുടെ റിസ്കിലാ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. വീട്ടുകാരെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് കാശായി കാണുമല്ലേ? പിന്നെ ആവില്ലേ? എന്റെ കയ്യില് കാശൊന്നുമില്ല സിസ്റ്ററിന് തരാൻ. എവിടെയാ അമ്മുവിന്റെ സ്ഥലം? ഒരുപാട് ദൂരെയാ. അമ്മുവിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? പ്രസവത്തിലെ എന്റെ അമ്മ മരിച്ചുപോയി. കുട്ടിയായിരുന്നപ്പോ അച്ഛനും മരിച്ചു. ഞാൻ അനാഥയാ. ഭർത്താവിന്റെ വീട് ഈ സിറ്റിയിലാണോ? അയാൾ അമ്മുവിനെ അടിച്ചിറക്കി വിട്ടതാണോ? അയ്യോ, ഒരിക്കലും അല്ല. അദ്ദേഹം സ്നേഹമുള്ളവനാ. എനിക്ക് ദൈവത്തെ പോലെ. എന്നാ ഭർത്താവിന്റെ നമ്പർ താ, ഞാൻ വിളിച്ച് വിവരം പറയാം. വേണ്ട, അദ്ദേഹം എന്റെ ഈ അവസ്ഥയൊന്നും അറിയണ്ട. അദ്ദേഹത്തിനൊരു ഭാരമാവാതിരിക്കാൻ ഞാൻ സ്വയം ഒഴിഞ്ഞു മാറിയതാ. വിഷമിക്കണ്ട കേട്ടോ. കുറച്ച് കഞ്ഞി കുടിക്കും മുത്തശ്ശി. എനിക്ക് വേണ്ട മോനെ, മോനിത് കൊണ്ടുപോ. എന്റെ കുട്ടി സുഖമായിട്ടിരിക്കുന്നത് കേട്ടിട്ട് കണ്ണടച്ചാ മതിയായിരുന്നു. മുത്തശ്ശിക്ക് തീരെ വയ്യളയച്ചാ. ഒന്നും കഴിക്കുന്നതും ഇല്ല. കഴിക്കും മുത്തശ്ശി. എന്റെ മോള് പോയിട്ട്
എത്ര ദിവസമായി മോനെ? എന്തിനാ ദേവി എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? അവളുടെ അമ്മയും ദേവി തന്നെയല്ലേ? ഒന്നിനും പറ്റുന്നില്ലോ ദൈവമേ. നമ്മൾ ചെയ്തത് മണ്ടത്തരായിപ്പോയി മോനെ. നീ ഒരു ആൺകുട്ടിയല്ലേ മോനെ? ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് അവൾ എവിടെ ഉണ്ടെന്നൊന്ന് അന്വേഷിക്കേ. എന്റെ കുട്ടി എവിടെയായിരുന്നു മുത്തശ്ശീന്ന് വിളിച്ച് കരയുന്നത് എന്റെ കാതിൽ മുഴുകുന്നത് പോലെ തോന്നാ മോനെ. എവിടെയാണോ എന്റെ കുട്ടി? മുത്തശ്ശി കുറച്ച് കഞ്ഞി കുടിക്കും മുത്തശ്ശി. എനിക്ക് വേണ്ട മോനെ. കരയിലെ മുത്തശ്ശി, ലച്ചു വരും മുത്തശ്ശി. എന്റെ ദേവി, അമ്മേ